വിദ്യാ ചാനൽ 10th അടിസ്ഥാന പാഠാവലിയിലെ വിഷുക്കണി എന്ന കവിതയാണ് ഇവിടെ അനലൈസ് ചെയ്യുന്നത്. വിഷുക്കണി. എത്ര വലിയ പൂട്ടിട്ട വാതിലും അക്ഷരം കൊണ്ട് തുറക്കുന്നവർ അവരവിടെ പുതിയ കാഴ്ചകൾ കാണുന്നു. എത്ര വലിയ പൂട്ടിട്ട വാതിലും അക്ഷരം കൊണ്ട് തുറക്കുന്നവർ അവരവിടെ പുതിയ കാഴ്ചകൾ കാണുന്നു. എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? നമ്മൾ എല്ലാ കാര്യങ്ങളും മനസ്സിൽ കാണുന്നുണ്ട്, അറിയുന്നുണ്ട്. എല്ലാം ചുറ്റുപാട് നടക്കുന്നത്, നമ്മുടെ അനുഭവങ്ങൾ ഒക്കെ നമ്മൾ മനസ്സിൽ വെച്ചിരിക്കുകയാണ്. പക്ഷെ അതെന്താ മനസ്സിൻ്റെ അലമാരിയിൽ പൂട്ടി വെക്കാതെ അത് തുറന്ന് പുസ്തകത്താളുകളിലേക്ക് അക്ഷരങ്ങൾ വഴി, ആശയങ്ങൾ വഴി അനുഭൂതി ആസ്വാദികരമാക്കുന്ന വിധത്തിൽ പകർത്തപ്പെട്ടാൽ അതെന്താവും? പുതിയ പുതിയ കാഴ്ചകൾ അവരവർക്കും ലോകത്തിനും നൽകാനത് അതിനെക്കൊണ്ട് നമുക്ക് സാധ്യമാകും. അതാണ് ഇവിടെ പറയുന്നത്. എത്ര വലിയ പൂട്ടിട്ടിട്ട് നമ്മൾ മനസ്സിൽ ഇതാക്കി വെച്ചാലും എന്തനുഭവങ്ങളാണെങ്കിലും അത് നമുക്ക് എഴുത്തിലൂടെ പുതിയ ആശയങ്ങളായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? അത് പ്രകടിപ്പിക്കാൻ വേണ്ടി പറ്റും. അത് നമുക്ക് വാങ്മയ ചിത്രങ്ങളായി, പുതിയ കാഴ്ചകളായി നമ്മിലേക്കും ഓരോ ആസ്വാദകനിലേക്കും അനുഭൂതിദായകമായി ചെന്നെത്തുമെന്നാണ് കവി ഇവിടെ പറയുന്നത് ഈ വരികളിലൂടെ. വിഷുക്കണി. വൈലോപ്പിള്ളി ശ്രീധര മേനോൻ്റെ വിട എന്ന കവിതയിൽ നിന്നെടുത്ത ഏതാനും വരികളാണ് ഇവിടെ പാരായണം ചെയ്യുന്നത്. കനിവോടോതി എന്നെ തൊട്ടുണർത്തിക്കൊണ്ടമ്മ കണി കാണുവാൻ വരൂ കൺതുറക്കാതെ കുട്ടാ. തായതൻ വിരൽ തുമ്പിൽ പിടിച്ചേൻ പരിചിതമായ നൽത്തറയുടെ നടന്നേൻ മന്ദം മന്ദം. കണ്ണുകളിറുക്കി ഞാൻ നടച്ചീടിലും പെട്ടൻ എന്തു കഷ്ടമാണറിയാതവ തുറന്നുപോയി. കൂരിരുൾ ചുറ്റും വെട്ടമെന്നിയേ ഗ്രാമത്തിലെ കൂരകൾ മയങ്ങുന്നു. ജലനിനങ്ങേപ്പുറം കണ്ണടച്ചു ഞാൻ നീങ്ങി കൺതുറന്നു ഞാൻ കണി കണ്ടു. ഞാൻ കണ്ണഞ്ചിക്കും കമനീയമാം ശില്പം വെള്ളിപോൽ വിളങ്ങുമെന്നോ രോട്ടുരുളിയും കണി വെള്ളരിക്കായും തേങ്ങാമുറികൾ തിരികളും കൊന്നയും പൊന്നും ചാർത്തി ചിരിക്കും മഹാലക്ഷ്മി തന്നെ കണ്ണാടിയും ഞൊറിഞ്ഞ കരമുണ്ടും അരി കുങ്കുമച്ചെപ്പും ഐശ്വര്യ മഹാറാണി കരയ്ക്കു ചമയ്ക്കുവാനമ്മയ്ക്കു വശം പണ്ടേ. കണി കണ്ടു ഞാൻ പിന്നെ കൈനീട്ടം മേടിച്ചു ഞാൻ അനുജത്തിമാർ കാൺകെ പൂത്തിരി കത്തിച്ചു ഞാൻ. അടുത്തു മകലത്തും നാടിനെ ഉണർത്തുന്നു പടക്കം പൊട്ടിക്കലും ആർക്കലും തിമിർക്കലും. എങ്കിലും കണി കാണും മുമ്പു കണ്ടിതു വന്നിട്ടോ തിങ്ങിയിടും ഇരുട്ടിലാണെൻ കരൾ അന്നേരത്തും. എങ്ങാനുമുണ്ടോ വെട്ടം ചുറ്റുമീ ഉൾനാട്ടിലൻ ചങ്ങാതിമാർത്തൻ ഗേഹം ഇപ്പോഴും ഇരുട്ടിൽ താൻ. കവി ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ തൻ്റെ കുട്ടിക്കാലത്ത് കണ്ട നല്ലൊരു വിഷുക്കണിയുടെ ഓർമ്മയാണ് പങ്കുവെക്കുന്നത്. അമ്മ കുട്ടിയെ വിഷുക്കണി കാണാൻ വേണ്ടി വിളിക്കുന്നതാണ്. അപ്പോൾ മന്ദം പോകുന്നതും കണ്ണടച്ച് ഞാൻ നീങ്ങി
തുറന്നു ഞാൻ കണി കണ്ടു. കണ്ണടച്ചു ഞാൻ നീ തുറന്നു ഞാൻ കമനീയമാം ശില്പം. എന്താണ് മനോഹരമായ കാഴ്ച കാണുന്നതും. പക്ഷേ എന്താണ് അവിടെ എന്താണ് സംഭവിക്കുന്നത്? അടുത്ത മകലെത്തും നാടിനെ ഉണർത്തുന്ന പടക്കം പൊട്ടിക്കൽ. എന്താണ് വിഷു സമയത്ത് നമ്മൾ കണി കാണുന്ന സമയത്ത് എന്താണ് പുലർച്ചെ നേരത്ത് എന്താണ് എല്ലാവരും പടക്കം പൊട്ടിക്കും. എന്താണ് ആഹ്ലാദത്തിമിർപ്പും നമുക്ക് കാണാൻ ചുറ്റുപാടിലും. പക്ഷെ എങ്കിലും കണി കാണും മുമ്പ് കണി തുറന്നിട്ടോ തിങ്ങിയിട്ടും ഇരുട്ടിലാ. എന്താണ് കണി കാണുക എന്ന് പറഞ്ഞാൽ ഐശ്വര്യത്തിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് നമ്മൾ കണി കാണുന്നത്. നമുക്ക് ആ വർഷം മുഴുവൻ ഐശ്വര്യമാണ് ഉണ്ടാകുക എന്നുള്ളൊരു എന്താണ് വിശ്വാസത്തിലാണ് നമ്മൾ അന്ന് കണി കണ്ടുകൊണ്ടിരുന്നത് വിഷുവിന്. ആ വർഷം മുഴുവൻ നമുക്ക് നല്ലത് മാത്രം ജീവിതത്തിൽ സംഭവിക്കുമെന്നുള്ള ഒരു വിശ്വാസത്തിലാണ്. പക്ഷേ കണി കണ്ടിങ്ങ് വന്നിട്ടും എന്താണ് എല്ലായിടത്തും കൂരിരുട്ട്, കരളിലും എന്താണ് അദ്ദേഹത്തിന് എന്തോ ഒരു ഇരുട് അല്ലെങ്കിൽ വിഷമം, ഇരുട്ടായിട്ട് വിഷമം എന്താണ് അനുഭവപ്പെടുകയാണ്. വെട്ടം, എവിടെയും വെളിച്ചമില്ല. മനസ്സിൻ്റെ ഒരു ചുറ്റുപാടിൽ എവിടെയും എന്തില്ല, വെളിച്ചമില്ല, വെട്ടമില്ല. ചുറ്റും എന്താണ് ഈ ഉൾനാട്ടിൽ ചങ്ങാതിമാർ ഗേഹമി എന്താണ് ഉൾനാട്ടിലെ ഈ ഗ്രാമത്തിലെ ആളുകളൊക്കെ ഇപ്പോഴും എന്താണ് ഇരുട്ടിലാണെന്ന് പറയുമ്പോൾ എന്താണ് ദുഃഖമായിട്ടാണ് അദ്ദേഹം ഇരുട്ടിനെ ഇവിടെ എന്താണ് പ്രയോഗിച്ചിരിക്കുന്നത്. എന്തോ ഒരു വിഷമത്തിലാണ്, ഇരുട്ടിലാണെന്ന് പറയുമ്പോൾ എന്താണ് കണി കാണുന്നുണ്ട്, ഐശ്വര്യമൊക്കെ ആണെങ്കിലും എവിടെയോ ഒരു ഇരുള് എന്താണ് എല്ലാവർക്കും ബാധിച്ചിട്ടുണ്ട്. ഇത്തറവാട്ടിൻ കെട്ടിൽ ഇക്കണി യുരുളി തൻ ചുറ്റിൽ ഇത്തിരി വെട്ടം ഞങ്ങൾ തൻ മനസ്സിലും. എന്താണ് കുറച്ചൊരു വെട്ടം, ഒരു പ്രകാശം, മനസ്സിലൊരു കുഞ്ഞു സന്തോഷം. എന്താണ് ഈ കണി വെട്ടം, എന്താണ് കണി വെക്കുമ്പോൾ ഉണ്ടാകുന്ന ആ പ്രകാശം കുറഞ്ഞൊരു സമാധാനം അല്ലെങ്കിൽ ശാന്തി, എന്താണ് സമൃദ്ധി മനസ്സിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. എങ്കിലും എവിടേക്കോ എന്താണ് ഇരുട്ടാണ് നമ്മുടെ ലൈഫിൽ, എവിടേക്കോ ഇരുട്ടുണ്ട് എന്നാണ് കവി പറഞ്ഞു വെക്കുന്നത്. ക്ലാവിഴും വാൽക്കണ്ണാടി ചേർത്ത് വെച്ചോ ഐശ്വര്യത്തിൽ ദേവതേ നിന്നെ തരം താഴ്ത്തുക യല്ലി ഞങ്ങൾ. വാൽക്കണ്ണാടി ചേർത്ത് വെച്ച ഐശ്വര്യത്തിനെ തരം താഴ്ത്തിയിട്ടൊന്നും ഞാൻ പറയുകയല്ല. എന്താണ് ഇത്തിരി വെട്ടം തന്ന് ചെറിയൊരു വെളിച്ചം മനസ്സിലേക്ക് ഒരു ഐശ്വര്യം കടന്നു വരുന്നുണ്ട് വിഷുക്കണിയിലൂടെ. എങ്കിലും നിന്നെ താഴ്ത്തിയൊന്നും ഞങ്ങൾ ഇവിടെ പറയുന്നില്ല എന്നാണ് കവി പറയുന്നത്. നീ ഉദാരതയുടെ പര്യായം. നീ എന്താണ് ഈ ഐശ്വര്യദേവത ഉദാരതയുടെ സ്നേഹത്തിൻ്റെ പര്യായമാണ്. വിയർപ്പു നീരാഴിയിൻ പിറന്നൃതി മഴ പോൽ വർഷിക്കുമ്പോൾ. എന്താണ് നീ സമൃദ്ധിയായിട്ട് വരുന്നുണ്ട് മഴ പോലെ. നീ എന്താണ് കരിമണ്ണിൻ കൊടി കണിക്കൊന്ന തൻ സ്വർണ്ണനീരരുവിയിൽ സ്നാനം ചെയ്തും തീയെരിവെയിലിൽ. എന്താണ് ഈ കരിമണ്ണിൻ കൊടി കണിക്കൊന്ന തൻ സ്വർണ്ണനീരരുവിയിൽ സ്നാനം ചെയ്തു തീയെരിവെയിലിൽ കായ്ക്കനി തൂങ്ങും കൊമ്പിൽ ലൂയലാടിയും പൂനെൽ പായ്കളിൽ നൃത്യം ചെയ്തും പുകഴും പുരാപുണ്യം. എന്താണ് നമ്മൾ കണിക്കൊന്ന ഇങ്ങനെയൊക്കെയാണ്. അത്രയും വെയിലിൽ കുരുത്ത് എരിവെയിലിൽ ഉണ്ടായിട്ടുള്ളതാണല്ലേ, നല്ല വെയിലിലാണ് അത് ഉണ്ടാവുന്നത്. എന്താണ് നീരരുവിയിൽ സ്നാനം ചെയ്തും തീയരുവെയിലിൽ കായ്കനി തൂങ്ങും കൊമ്പിൽ ലുയലാടിയും പൂനൽ പായ്കളിൽ നൃത്യം ചെയ്തും പുകഴും പുരാപുണ്യമാണ്. അതിനൊരു പുണ്യമായിട്ടാണ് ഈ കണിവെക്കുന്ന ഈ പുഷ്പത്തെ നമ്മൾ കണക്കാക്കുന്നത്. എങ്ങനെ ഒതുങ്ങുന്നീ ചെറുവട്ടത്തിൽ പൂട്ടി ഇടയിലെ തുറക്കുന്ന കൺകളെ തഴുകിടും. എങ്ങനെ ഒതുങ്ങുന്നീ ചെറുവട്ടത്തിൽ പൂട്ടി നിങ്കലെ തുറക്കുന്ന കൺകളെ തഴുകിടും. നിന്നിലേക്ക് തുറക്കുകയാണ്, ഐശ്വര്യത്തിലേക്ക്, സമൃദ്ധിയിലേക്ക്, ആ വിഷുക്കണിയിലേക്ക്. ഞാൻ ആ ചെറുവട്ടം ചെറിയ പ്രകാശത്തിലേക്ക്, ആ സമൃദ്ധിയിലേക്ക് തുറക്കുകയാണ് എൻ്റെ കൺകളെ. നീ മെല്ലെ തഴുകുന്നുണ്ട്. ഐശ്വര്യം വരികയാണ്. ചിരിക്കും മൂഢസ്വപ്നത്തിൻ്റെ പൂത്തിരിങ്കൽ. മൂഢസ്വപ്നത്തിൻ്റെ പൂത്തിരിങ്കൽ ദരിദ്രർക്കേകും പിച്ച കൈനീട്ട വെള്ളരിക്കാശിൽ. നമ്മൾ കൈനീട്ടം കൊടുക്കുന്നുണ്ടല്ലേ വിഷുവിന്. എൻ മനം
എൻ മനം കൊതിക്കയാം ചളിയിൽ സരോരുഹ പൊന്മലരുകൾ പോലീ പാഴിരുൾ പരപ്പിങ്കൽ വീടുതോറുമേ കണി നിരന്നിട്ടതിൽ വിളയാടുമോ നീ എല്ലാവർക്കും മന്നപൂർണയാം ദേവി നീലാണ് വിഷുക്കണി അല്ലെങ്കിൽ സമൃദ്ധിയുടെ പര്യായമായ ഇത് എല്ലാവർക്കും എന്താണ് ഐശ്വര്യം അന്നം ഐശ്വര്യം പ്രദാനം ചെയ്യട്ടെ. കണി കാൺമതിൻ മുമ്പേ കണ്ണുറന്നിട്ടാവാം ഞാനിനി യാ പുലർക്കാലം വരെയും അസംതൃപ്തൻ. കണി കാണുന്നതിൻ്റെ മുമ്പെയാണ് ഞാൻ കണ്ണ് തുറന്ന് നോക്കിയത്. കണീൻ്റെ മുമ്പിലല്ല, അതിൻ്റെ മുമ്പ് ഞാൻ കണ്ണ് തുറന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇനി അടുത്ത പുലർക്കാലം വരെ എന്താണ് നീ ആ പുലർക്കാലം വരെയും അസംതൃപ്തനാണ്. മനസ്സിലെന്തോ ഒരു തരത്തിലുള്ള വിഷമം എനിക്ക് ഉണ്ട്. അങ്ങനെ നല്ലൊരു വിഷുക്കാല ഓർമ്മ എന്താണ് വിട എന്ന വിഷുക്കണി കവിതാ ഭാഗത്തിലൂടെ കവി അയവിറക്കുകയാണ്. രാവിലെ നല്ല രീതിയിൽ വായിക്കുക. അവനവൻ്റെ വിഷുക്കണിയുടെ ഓർമ്മകളും അനുഭവങ്ങളും നല്ല രീതിയിൽ എഴുതുക. എഴുതി വൈലോപ്പിള്ളി എഴുതിയതുപോലെ തന്നെ നമുക്കും വിഷുക്കണിയുടെ ഓർമ്മകൾ ഉണ്ടായിരിക്കുമല്ലോ. ഈ ക്ലാസ് എല്ലാവരും ശ്രദ്ധിച്ച് കേട്ടു കാണും. ഈ കവിത നല്ലപോലെ 3-4 തവണ ചൊല്ലി മനസ്സിലാക്കുക. എല്ലാവരും ഈ ചാനൽ വിദ്യ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നല്ല കമൻറ്റുകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് സഹായകമാകും. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, താങ്ക് യു.